വെൽക്കം ടു ലേണിനോ. ഇന്ന് എന്റെ പേര് പ്രവീണ എന്നാണ്. നമ്മൾ ഇന്ന് NDPCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ് ആണ് നോക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിനകത്ത് ഇന്ന് GKയിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ഡേയ്സിൽ നിന്നും പിന്നീട് ഫെസ്റ്റിവൽസ്, ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നുള്ള ഫെസ്റ്റിവൽസ്, അങ്ങനെയുള്ള ടോപ്പിക്കുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ നമ്മൾ എല്ലാ ടോപ്പിക്കുകളിൽ നിന്നുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. അപ്പം ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ഹൂസ് മെമ്മറി വാസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിക്ലെയർഡ് June 29 as സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ഈച്ച് ഇയർ. അപ്പം എല്ലാ വർഷവും June 29 സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് ഗവൺമെന്റ് ഡിക്ലെയർഡ് ചെയ്തു. അത് ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഡിക്ലെയർ ചെയ്തത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് രാധാകമൽ മുഖർജി, ധനഞ്ജയ രാമചന്ദ്ര ഗാഡ്ഗിൽ, ശകുന്തള ദേവി, പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് ആണ്. PC മഹലനോബിസ് ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ PC മഹലനോബിസ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്നു. എന്താണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് PC മഹലനോബിസ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇന്ത്യൻ ബഡ്ജറ്റ് എന്നും അറിയപ്പെടുന്നു. ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഫാദർ ഓഫ് ഇന്ത്യൻ ബഡ്ജറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെയാണ്? PC മഹലനോബിസിനെയാണ്. അദ്ദേഹമാണ് കൊൽക്കത്തയില് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫൗണ്ട് ചെയ്തത്. അപ്പൊ എന്താണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഫൗണ്ട് ചെയ്തത്? കൊൽക്കത്ത. കൊൽക്കത്തയിൽ ഫൗണ്ട് ചെയ്തത് ആരാണ്? PC മഹലനോബിസ് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ഫാദർ ഓഫ് ഇന്ത്യൻ ബഡ്ജറ്റ് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്തയിൽ ഫൗണ്ട് ചെയ്തത് PC മഹലനോബിസ് ആണ്. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് June 29 എന്ന് പറയുന്നത്. ബർത്ത്ഡേ ഓഫ് PC മഹലനോബിസ് ആണ്. ബർത്ത്ഡേ ഓഫ് PC മഹലനോബിസ് ആണ് June 29. അതുകൊണ്ടാണ് അന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് ഇന്ത്യ എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഡിക്ലെയർ ചെയ്തത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പേരില് മഹലനോബിസ് മോഡൽ എന്ന് പറഞ്ഞിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെക്കൻഡ് 5 ഇയർ പ്ലാൻ. സെക്കൻഡ് 5 ഇയർ പ്ലാൻ അറിയപ്പെടുന്നത് എന്താണ്? മഹലനോബിസ് മോഡൽ എന്നാണ്. മഹലനോബിസ് മോഡൽ എന്നാണ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ അറിയപ്പെടുന്നത്. അപ്പം 1951 തൊട്ട് 56 വരെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആയിരുന്നു. 56 തൊട്ട് 61 വരെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആയിരുന്നു. അപ്പൊ 51 തൊട്ട് 56 വരെ ഹരോൾഡ് ഡോമർ മോഡലും 56 തൊട്ട് 61 വരെയുള്ള രണ്ടാമത്തെ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് എന്തായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്? മഹലനോബിസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാമത്തത് ഹരോൾഡ് ഡോമർ മോഡൽ, രണ്ടാമത്തത് മഹലനോബിസ് മോഡൽ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നോക്കാനായിട്ട് ഉള്ളത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെൻ ഈസ് വേൾഡ് ഓസോൺ ഡേ സെലിബ്രേറ്റഡ്? അപ്പൊ ഓസോൺ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? വേൾഡ് ഓസോൺ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ 16-നാണ്. വേൾഡ് ഓസോൺ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ 16-നാണ്. ഇപ്പൊ ഓസോൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടോ അല്ലെ? ഓസോണിന്റെ ഫോർമുല എന്താണ്? O3 എന്നാണ്. അപ്പം ഓസോൺ ലെയർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അൾട്രാവയലറ്റ് രശ്മികളൊക്കെ കൂടുതൽ ഭൂമിയിലേക്ക് വന്ന് പതിക്കും അല്ലെ? അപ്പം അതിൽ നിന്നൊക്കെ ഈ ഓസോൺ ലെയറിന്റെ ശോഷണത്തിന് കാരണമാകുന്ന പല ഘടകങ്ങളുണ്ട്. ക്ലോറോ ഫ്ലൂറോ കാർബണുകളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഓസോൺ ലെയറിന് ശോഷണം സംഭവിക്കുന്നതിന് കാരണമാകുന്നത്. അപ്പൊ ഓസോൺ ലെയറിന്റെ ശോഷണം സംഭവിക്കാതിരിക്കാനുള്ള നമ്മൾ ഈ ഗ്ലോബൽ വാർമിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഓസോൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് സെപ്റ്റംബർ 16 ഓസോൺ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. വെൻ ഈസ് വേൾഡ് വാട്ടർ ഡേ സെലിബ്രേറ്റഡ്? മാർച്ച് 21, March 23,
മാർച്ച് 22, മാർച്ച് 20 ഇങ്ങനെയാണ് ഡേറ്റ് ഓപ്ഷൻസ് ഉള്ളത് അല്ലെ. മാർച്ച് 21. അപ്പൊ നമുക്കിത് കോഡ് വെച്ച് പഠിക്കാം. അതിനകത്തൊരു കോഡ് ഉണ്ട്. അപ്പം മാർച്ച് 20, മാർച്ച് 21, 22, 23, 24. മാർച്ച് 20 എന്ന് പറയുന്നത് പാരോടെയാണ്. അങ്ങാടി കുരുവികളുടെ ദിനമാണ് മാർച്ച് 20 എന്ന് പറയുന്നത്, പാരോടെ. ബാക്കി ഇത്രയും കൂടെ പഠിക്കാനായിട്ട് നമുക്ക് മാർച്ച് 21 എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡേ ആണ്. ഫോറസ്റ്റ് ഡേ ആണ്. ഫോറസ്റ്റ് കഴിഞ്ഞ് നമുക്ക് പിന്നെ എന്തുണ്ട്, വാട്ടർ ആണ് നെക്സ്റ്റ്. വാട്ടർ ഇതെന്ന് പറയുന്നത് വെതർ ആണ്, കാലാവസ്ഥ ഡേ ആണ്, വെതർ ഡേ ആണ്. ഇത് ട്യൂബർകുലോസിസ് ഡേ ആണ്. എന്താണ് ട്യൂബർകുലോസിസ് ഡേ ആണ്. മാർച്ച് 24 എന്ന് പറയുന്നത് എന്താണ്, ട്യൂബർകുലോസിസ് ഡേ ആണ്. അപ്പൊ ഇത് ഇത്ര. മാർച്ച് 20 അങ്ങാടി കുരുവി ദിനം, പാരോടെ. മാർച്ച് 21 എന്താണ്, ഫോറസ്റ്റ് ഡേ. മാർച്ച് 22 എന്താണ്, വാട്ടർ ഡേ. മാർച്ച് 23 എന്താണ്, വെതർ ഡേ. മാർച്ച് 24 എന്താണ്, ട്യൂബർകുലോസിസ് ഡേ. അപ്പൊ നമുക്കിത് കോഡ് എന്താണ്, വനജയുടെ കാലിൽ TB എന്ന് പറയുന്ന ഒരു കോഡ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. വനം, ജലം, കാലാവസ്ഥ, ട്യൂബർകുലോസിസ്. അപ്പൊ ഈ ഒരു കോഡ് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് സാധിക്കും. മാർച്ച് 21 നമ്മൾ പറഞ്ഞു ഫോറസ്റ്റ്, 23 കാലാവസ്ഥ, 22 ആണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. എന്താണ്, 22 ആണ്. മാർച്ച് 20 പാരോടെ. ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി വിച്ച് ഡേ ഈസ് സെലിബ്രേറ്റഡ് സ്വരാജ് ഡേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ സ്വരാജ് ഡേ എന്ന് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1930 ജനുവരി 26 സ്വരാജ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 1929 ഒരു ലാഹോർ ENCയുടെ ഒരു ലാഹോർ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ലാഹോർ സമ്മേളനം. അതിനുശേഷം പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്തു. അങ്ങനെ നമുക്ക് സ്വരാജ് ഡേ 1930 ജനുവരി 26 സെലിബ്രേറ്റ് ചെയ്യുന്നു. അടുത്തത്, വെൻ ഈസ് നാഷണൽ എനർജി കൺസർവേഷൻ ഡേ സെലിബ്രേറ്റഡ്? നാഷണൽ എനർജി കൺസർവേഷൻ ഡേ എന്നാണ് ഡിസംബർ 14 നാഷണൽ എനർജി കൺസർവേഷൻ ഡേ. ഊർജം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിനം, അതാണ് ഡിസംബർ 14. ഒക്ടോബർ 2 എന്താണ്, ഗാന്ധി ജയന്തിയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഒക്ടോബർ 2 എന്താണ്, ഗാന്ധി ജയന്തിയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. UN ഡേ സെലിബ്രേറ്റഡ് എവരി ഇയർ ഓൺ. UN ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എല്ലാ വർഷവും ഏത് ദിവസമാണ്? ഒക്ടോബർ 24 സെലിബ്രേറ്റ് ചെയ്യുന്നത്. UN ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒക്ടോബർ 24. 1945 ഒക്ടോബർ 24 യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്തത്. യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്യുന്നത് 1945 ഒക്ടോബർ 24 യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, 1945 ഒക്ടോബർ 24 ഒക്ടോബർ 24 എന്ന് പറയുന്നത് UN ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നവംബർ 24 ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ്. ചിൽഡ്രൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ചിൽഡ്രൻ ഡേ ആണ്. കൂടാതെ ഡയബറ്റിക്സ് ഡേയും ആണ് എന്ന് നവംബർ 14 പറയാം. സെപ്റ്റംബർ 5 എന്ന് പറയുന്നത് എന്താണ്, ടീച്ചേഴ്സ് ഡേ ആണ്. സെപ്റ്റംബർ 5 എന്താണ്, ടീച്ചേഴ്സ് ഡേ ആണ്. എന്തുകൊണ്ടാണ് അത് ടീച്ചേഴ്സ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? നമ്മുടെ മുൻ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ എന്താണ്, ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ 5 എന്ന് പറയുന്നത്. അതുകൊണ്ടാണെന്ന് ടീച്ചേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒക്ടോബർ 24, നവംബർ 14 ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു അല്ലെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നാഷണൽ യൂത്ത് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ 12th January ടു മാർക്ക് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഷ്യൽ റീഫോമർ? താഴെ പറയുന്ന ഏത് സോഷ്യൽ റീഫോമറുടെ ബർത്ത് ആനിവേഴ്സറി ആണ് നാഷണൽ യൂത്ത് ഡേ ആയിട്ട്, യുവജന ദിനമായിട്ട് ജനുവരി 12 സെലിബ്രേറ്റ് ചെയ്യുന്നത്? അപ്പൊ നാഷണൽ യൂത്ത് ഡേ എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ. അപ്പൊ നാഷണൽ യൂത്ത് ഡേ
നാഷണൽ യൂത്ത് ഡേ എന്നാണ് നമുക്ക് കിട്ടി. നാഷണൽ യൂത്ത് ഡേ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ജനുവരി 12 പറയും. രാജാറാം മോഹൻ റോയ് ഓപ്ഷൻ ഉണ്ട്, രാമകൃഷ്ണ പരമഹംസ ഉണ്ട്, സ്വാമി വിവേകാനന്ദൻ ഉണ്ട്, ദയാനന്ദ സരസ്വതി ഉണ്ട്. ഇതിന്റെ ഒരു ആൻസർ എന്താണ്? സ്വാമി വിവേകാനന്ദനാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം സ്വാമി വിവേകാനന്ദനാണ് വെസ്റ്റേൺ വേൾഡിന് യോഗയും വേദാന്തയൊക്കെ പരിചയപ്പെടുത്തിയത് സ്വാമി വിവേകാനന്ദനാണ്. അപ്പം അദ്ദേഹം ജനിച്ചത് ജനുവരി 12 അദ്ദേഹം ജനിച്ചത് ജനുവരി 12 വെസ്റ്റ് ബംഗാളില് കൊൽക്കട്ടയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത്. ആരുടെ? സ്വാമി വിവേകാനന്ദന്റെ. അദ്ദേഹമായിരുന്നു 1893 ചിക്കാഗോ മതസമ്മേളനമൊക്കെ നടത്തിയത് ആരായിരുന്നു? സ്വാമി വിവേകാനന്ദനായിരുന്നു. അദ്ദേഹം ഒരു റിലീജിയസ് ലീഡറും ഒരു സോഷ്യൽ റീഫോർമറും ഒക്കെ ആയിരുന്നു അദ്ദേഹം, സ്വാമി വിവേകാനന്ദൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ യുവജന ദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. How many sites in India have been declared as World Heritage Site by UNESCO? അപ്പൊ യുനെസ്കോ എന്ന് വെച്ചാൽ എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ഓർഗനൈസേഷൻ ആണ് യുനെസ്കോ. UN-ന്റെ തന്നെ ഒരു അണ്ടറിൽ വരുന്ന ഒരു ഏജൻസിയാണിത് യുനെസ്കോ എന്ന് പറയുന്നത്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പാരീസിലാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് യുനെസ്കോയുടെ പാരീസിലാണ്. അപ്പൊ യുനെസ്കോ എന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വേൾഡ് വൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രത്യേകതയുള്ള സ്ഥലങ്ങളെ അവരുടെ അണ്ടർടേക്കിങ്ങിൽ എടുത്തിട്ട് അവരതിനെ സംരക്ഷിക്കുന്നതാണ്. അതായത് പുരാതനമായി കൾച്ചറൽ ആയിട്ടോ എഡ്യൂക്കേഷണൽ ആയിട്ടോ അല്ലെങ്കിൽ ശാസ്ത്രപരമായിട്ടോ ഒക്കെ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളെ യുനെസ്കോ ഏറ്റെടുത്തിട്ട് സംരക്ഷിക്കുന്നു. പിന്നീട് അതിന്റെ പ്രൊട്ടക്ഷനും അതിന് വേണ്ടുന്ന ചെലവുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് യുനെസ്കോ ആയിരിക്കും. അപ്പൊ ഇന്ത്യയിൽ നിന്ന് എത്ര യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും റീസെന്റ് 42 സൈറ്റുകളാണ് ഇന്ത്യയിൽ നിന്ന് യുനെസ്കോ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് യുനെസ്കോ ഏറ്റെടുത്തിരിക്കുന്നത് 42 സൈറ്റുകളാണ്. അവസാനമായിട്ട് വന്നത് ശാന്തി നികേതനാണ്. വെസ്റ്റ് ബംഗാളിലെ ശാന്തി നികേതനാണ് അവസാനമായി ഇന്ത്യയിൽ നിന്നും എന്ത് ചെയ്തത്? യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റിലേക്ക് വന്നത്. അപ്പൊ ഒന്നെങ്കിൽ കൾച്ചറലി ഇമ്പോർട്ടൻസ് കാണും, അല്ലെങ്കിൽ നാച്ചുറലി ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രകൃതിയാൽ സംരക്ഷിക്കപ്പെടേണ്ട സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്ത് നാഷണൽ പാർക്കുകളൊക്കെ വരാം. ഇത് രണ്ടും അതായത് കൾച്ചറൽ ഇമ്പോർട്ടൻസും നാഷണൽ ഇമ്പോർട്ടൻസും വരുന്ന സ്ഥലങ്ങളെയും യുനെസ്കോ അവരുടെ സൈറ്റില് അവരുടെ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ത്യയിൽ നിന്നും ഈ കൾച്ചറലി അല്ലെങ്കിൽ നാച്ചുറലി രണ്ട് രീതിയിലും പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സൈറ്റ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതാണ് കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. കാഞ്ചൻജംഗ നാഷണൽ പാർക്ക്. അപ്പൊ കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് എവിടെയാണ്? കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സിക്കിമിലാണ് കാഞ്ചൻജംഗ നാഷണൽ പാർക്ക്. ഈ കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് എന്നാണ് ഇന്ത്യയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2016. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തെന്ന് പറയുന്നത് ഈ കാഞ്ചൻജംഗ ഈ യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെട്ട വർഷം എന്നാണെന്ന് പ്രീവിയസ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 2016 കാഞ്ചൻജംഗ യുനെസ്കോയുടെ ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെടുന്നത്. When is നാഷണൽ യൂത്ത് ഡേ സെലിബ്രേറ്റഡ് ഇൻ ഇന്ത്യ? അപ്പൊ നമ്മള് കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പഠിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഓപ്ഷൻസ് ജൂലൈ 12, ഡിസംബർ 15, ജനുവരി 12, നവംബർ 12. ആൻസർ എന്താണ്? ജനുവരി 12. എന്തുകൊണ്ടാണ്? സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ്. അതുകൊണ്ടാണ് നമ്മൾ യൂത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. Which day is celebrated every year as the World Hindi Day to mark the first anniversary of the World Hindi Conference held for the first time in 1975? അപ്പൊ ഏത് ദിവസമാണ് വേൾഡ് ഹിന്ദി ഡേ ടു മാർക്ക് ദ ഫസ്റ്റ് ആനിവേഴ്സറി ഓഫ് ദ വേൾഡ് ഹിന്ദി കോൺഫറൻസ്?
അപ്പൊ 1975 ഒരു വേൾഡ് ഹിന്ദി കോൺഫറൻസ് കണ്ടക്ട് ചെയ്യുകയാണ്. 1975 ഒരു വേൾഡ് ഹിന്ദി കോൺഫറൻസ് കണ്ടക്ട് ചെയ്തു. അപ്പം അത് കണ്ടക്ട് ചെയ്തതിന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മള് എന്ത് ചെയ്യുന്നു? ഹിന്ദി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഹിന്ദി ഡേ അപ്പൊ ഏത് ദിവസമാണെന്ന് വെച്ചാൽ ഹിന്ദി ഡേ ജനുവരി 10 ജനുവരി 10 നമ്മൾ ഹിന്ദി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സെപ്റ്റംബർ 5 എന്താണ്? ടീച്ചേഴ്സ് ഡേ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ ടീച്ചേഴ്സ് ഡേ ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ 1975 വേൾഡ് ഹിന്ദി കോൺഫറൻസ് ആണ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 10 നമ്മള് എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? വേൾഡ് ഹിന്ദി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. വെൻ ഈസ് നാഷണൽ ഹിന്ദി ഡേ സെലിബ്രേറ്റഡ്? അപ്പൊ നമ്മൾ വേൾഡ് ഹിന്ദി ഡേ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് നാഷണൽ ഹിന്ദി ഡേ കുറിച്ച് നോക്കണം. അപ്പൊ നാഷണൽ ഹിന്ദി ഡേ എന്നാണ് സെപ്റ്റംബർ 14 നാഷണൽ ഹിന്ദി ഡേ എന്ന് പറയുന്നത്. അപ്പൊ അത് തിരിഞ്ഞു പോകരുത്. നാഷണൽ ഹിന്ദി ഡേ എന്ന് പറയുന്നത് സെപ്റ്റംബർ 14. ഇപ്പൊ നവംബർ 14 ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ്? ചിൽഡ്രൻസ് ഡേ ആണെന്ന് പറഞ്ഞായിരുന്നു അല്ലെ? ചിൽഡ്രൻസ് ഡേ ആണ് നവംബർ 14 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡിസംബർ 14 എന്താണ്? എനർജി കൺസർവേഷൻ ഡേ ആണ്. എന്താണ്? എനർജി കൺസർവേഷൻ ഡേ ആണ്. എനർജി കൺസർവേഷൻ ഡേ ആണെന്ന് പറയുന്നത് ഡിസംബർ 14 എന്ന് പറയുന്നത് എന്താണ്? എനർജി കൺസർവേഷൻ ഡേ ആണ്. അപ്പൊ അത്രയും അത് നിങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. When is National Mathematics Day celebrated every year in India? National Mathematics Day every year celebrate ചെയ്തതെന്നാണ് ഡിസംബർ 22 ഡിസംബർ 22 എന്ത് ചെയ്യുന്നത്? നാഷണൽ മാത്തമാറ്റിക്സ് ഡേ സെലിബ്രേറ്റ് ചെയ്തത് ഡിസംബർ 22 ഓക്കെ. അപ്പം മാർച്ച് 20 നമ്മൾ നേരത്തെ നോക്കിയതായിരുന്നു. എന്താണ്? ഫോറസ്റ്റ് ഡേ ആണ്, വനദിനമാണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ മാർച്ച് 21 കാര്യം നോക്കിയായിരുന്നു. അപ്പൊ ഡിസംബർ 22 മാത്തമാറ്റിക്സ് ഡേ ആണ്. എന്താണ്? രാമാനുജന്റെ ജന്മദിനമാണ്. മാത്തമാറ്റിക്സ് സയന്റിസ്റ്റ് ആയിട്ടുള്ള രാമാനുജന്റെ ജന്മദിനമാണ് ഡിസംബർ 22 എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നാഷണൽ മാത്തമാറ്റിക്സ് ഡേ is celebrated in India to mark the birth anniversary of which famous person എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? സ്വാമിനാഥൻ, ശ്രീനിവാസ രാമാനുജൻ, CV രാമൻ, APJ അബ്ദുൽ കലാം. അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ശ്രീനിവാസ രാമാനുജനാണ് എന്തായിട്ട് വരുന്നത്? നാഷണൽ മാത്തമാറ്റിക്സ് ഡേ സെലിബ്രേറ്റ് ചെയ്തത് ശ്രീനിവാസ രാമാനുജനാണ്. Which of the following days is celebrated every year on 9th January to mark the contribution of the overseas Indian community in the development of India? അപ്പൊ എന്താണ്? പ്രവാസി ഭാരതീയ ദിവസ്, പിന്നീട് അഖിൽ ഭാരതീയ ദിവസ്, ഉന്നതി ഭാരതീയ ദിവസ്, ഓവർസീസ് ഇന്ത്യൻ ഡെവലപ്മെന്റ് ഡേ. ഇതിലേതാണ് ജനുവരി 9 ഇന്ത്യ പ്രവാസി ഭാരതീയ ദിവസമായിട്ടാണ് എന്തായത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഇപ്പം പ്രവാസി ഭാരതീയ ദിവസം എന്ന് പറഞ്ഞാല് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അദ്ദേഹത്തിന്റെ വിദേശവാസം അവസാനിപ്പിച്ച് ഇന്ത്യയെ മുംബൈയിലേക്ക് തിരിച്ചെത്തിയതിന്റെ ഓർമ്മയ്ക്ക് ജനുവരി 1917 ജനുവരി 9 തിരിച്ചെത്തിയത്. അപ്പൊ അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രവാസി ഭാരതീയ ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. What do you understand by പ്രവാസി ദിവസ് or when was it started എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം പ്രവാസി ദിവസ് അപ്പൊ എന്താണ് പ്രവാസി ദിവസം? നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യന്റെ ബാക്കിയായിട്ട് തന്നെയുള്ളതാണ്. 1915 അപ്പൊ ഇവിടെ ജനുവരി 15 2013 സെലിബ്രേറ്റഡ് ടു കോമമറേറ്റ് ദ പ്ലേയേഴ്സ്. ജനുവരി 17 2014 when Indian Marine Engineer was awarded. ജനുവരി 9 2013 to commemorate Mahatma Gandhi's return from South Africa to Mumbai on January 9 2015. 13 September 2014 celebrated to commemorate the economic development of Sri Atal Bihari Vajpayee. അപ്പൊ പ്രവാസി ഭാരതീയ ദിവസം എന്ന് വെച്ചാൽ എന്താണെന്നാണ് ചോദിച്ചത് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഓപ്ഷൻ സി ആണ് നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്. 2003 മുതലാണ് നമ്മളിത് പ്രവാസി ഭാരതീയ ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. 2003 മുതലാണ്
പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ജനുവരി 9 നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ 1915 തൊട്ടാണ്, 15-ലാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. മുംബൈ, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മുംബൈയിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നത് നിങ്ങൾ ഓർക്കുക. When is National Navy Day celebrated in India? നാഷണൽ നേവി ഡേ ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഡിസംബർ 4-നാണ്. ഡിസംബർ 4-നാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? നാഷണൽ നേവി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഡിസംബർ 4-ന്. പ്രൈം മിനിസ്റ്റർ മോദിസ് ബർത്ത്ഡേ സെലിബ്രേറ്റഡ് അക്രോസ് ഇന്ത്യ. പ്രൈം മിനിസ്റ്റർ മോദിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു അക്രോസ് ഇന്ത്യ. അപ്പൊ എന്തായിട്ടാണ് പ്രൈം മിനിസ്റ്റർ മോദിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ചാല് സേവാ ദിവസ് അല്ലെങ്കിൽ എന്താണ് ഡേ ഓഫ് സർവീസ്. ഇപ്പൊ ഡേ ഓഫ് സർവീസ് അല്ലെങ്കിൽ സേവാ ദിവസ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ മോദിയുടെ ബർത്ത്ഡേ എന്ത് ചെയ്യുന്നു? ഇന്ത്യ മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യുന്നു. On which date does India celebrate National Unity Day every year? ഇപ്പൊ ഏത് ദിവസമാണ് ഇന്ത്യയില് ഏകതാ ദിവസ് അല്ലെങ്കിൽ നാഷണൽ യൂണിറ്റി ഡേ? On which date does India celebrate National Unity Day in India? ഇപ്പൊ നാഷണൽ യൂണിറ്റി ഡേ എന്ന് പറയുന്നത് എന്താണ്? ഒക്ടോബർ 31-ആണ്. ആരുടെ ബർത്ത്ഡേ ആണിത്? ബർത്ത്ഡേയോ ആരാണ്? സർദാർ വല്ലഭായി പട്ടേൽ. സർദാർ വല്ലഭായി പട്ടേലിന്റെ ജന്മദിനമാണ് ഒക്ടോബർ 31. അദ്ദേഹമാണ് ഇന്ത്യയിലെ പ്രിൻസിലി സ്റ്റേറ്റുകളെയൊക്കെ ഒന്നിപ്പിച്ച് ഇന്ത്യ എന്ന ഒരൊറ്റ രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. അദ്ദേഹമായിരുന്നു ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെല്ലാം സംയോജിച്ചതാരായിരുന്നു? സർദാർ വല്ലഭായി പട്ടേൽ ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് യൂണിറ്റി ഡേ ആയിട്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം എന്ത് ചെയ്യുന്നത്? സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു ഏകതാ പ്രതിമയുണ്ടല്ലോ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉണ്ടല്ലോ. അതെവിടെയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി? ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ 183 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു പ്രതിമ നമുക്ക് എവിടെയുണ്ട്? ഇന്ത്യയിലുണ്ടല്ലോ. നർമ്മദാ നദിയുടെ തീരത്താണ്. ഗുജറാത്തിലെ നർമ്മദാ നദിയുടെ തീരത്താണ് എന്ത് ചെയ്യുന്നത്? സർദാർ വല്ലഭായി പട്ടേലിന്റെ പ്രതിമ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് സർദാർ വല്ലഭായി പട്ടേലിന്റെ പ്രതിമ എന്ന് പറയുന്നത്. 183 ഹൈറ്റ് ഉണ്ട്. അത് ഏത് ഗുജറാത്തിലെ നർമ്മദാ നദിയുടെ തീരത്താണെന്നുള്ളത് ഓർക്കുക. India celebrate August 29th as National Sports Day in whose honor? ഇന്ത്യ ഓഗസ്റ്റ് 29 നാഷണൽ സ്പോർട്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അത് ആരുടെ ഓർമ്മയ്ക്കായിട്ടാണെന്നാണ് ചോദിച്ചത്. മേജർ ധ്യാൻ ചന്ദ്, ഹോക്കി മജീഷ്യൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? ഹോക്കി മജീഷ്യൻ. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നതാണ് ആര്? മേജർ ധ്യാൻ ചന്ദ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഓഗസ്റ്റ് 29 എന്താ നാഷണൽ സ്പോർട്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. വെൻ ഈസ് നാഷണൽ സ്പോർട്സ് ഡേ? അത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓഗസ്റ്റ് 29 തന്നെയാണ് എന്ന് പറയുന്നത്. സ്പോർട്സ് ഡേ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 29 തന്നെയാണ്. ഓൺ വിച്ച് ഡേ ഈസ് വേൾഡ് പ്രസ് ഫ്രീഡം ഡേ സെലിബ്രേറ്റഡ്? പ്രസ് ഫ്രീഡം ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മെയ് 3-നാണ് പ്രസ് ഫ്രീഡം. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. മെയ് 3-നാണ് എന്ത് ചെയ്യുന്നത്? പ്രസ് ഫ്രീഡം ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. വെൻ ഈസ് നാഷണൽ ആർമി ഡേ സെലിബ്രേറ്റഡ്? ആർമി ഡേ എന്നാണ് ജനുവരി 15-നാണ് ആർമി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നാണ്. ജനുവരി 15-നാണ് ആർമി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. വേൾഡ് ആനിമേഷൻ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ? ആനിമേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒക്ടോബർ 28-നാണ്. എന്ത് ചെയ്യുന്നത്? വേൾഡ് ആനിമേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒക്ടോബർ 28-നാണ്. വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ വിച്ച് ഡേ? വേൾഡ് വൈൽഡ് ലൈഫ് ഡേ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? മാർച്ച് 3-നാണ് വേൾഡ് വൈൽഡ്
ലൈഫ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നാണ്. മാർച്ച് 3-നാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആയിട്ട്. വൈൽഡ് ലൈഫുകളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും അവരെ വംശനാശം നേരിടുന്ന വൈൽഡ് ലൈഫുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് ഒരു ദിനം കൊണ്ടുവന്നു. അതേതാണ് മാർച്ച് വൈൽഡ് ലൈഫ് ഡേ ആയിട്ട് കൊണ്ടുവന്നത്. വൈ ഈസ് വേൾഡ് സ്പാരോ ഡേ സെലിബ്രേറ്റഡ് എവറി ഇയർ ഓർ 20? അപ്പൊ നമ്മള് മാർച്ചിലെ ഒരു ഡേറ്റ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ് അങ്ങാടിക്കുരുവികൾക്ക് വേണ്ടിയുള്ള ദിനം. ഇതാണ് മാർച്ച് 20 അല്ലെ? അങ്ങാടിക്കുരുവികളുടെ ദിനം ഏതാണെന്ന് പറഞ്ഞു? മാർച്ച് 20 ആണെന്ന് പറഞ്ഞു. അപ്പം ടു കോമമറേറ്റ് ദി ഇൻക്രീസിംഗ് നമ്പർ ഓഫ് സ്പാരോസ്, to show the sparrows' superiority over other birds, to raise awareness for the preservation of sparrows on the birthday of Dr. Salim Ali എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡോക്ടർ സലീം അലി എന്ന് പറയുന്നത് ആരായിരുന്നു? അദ്ദേഹം ഒരു ബേർഡ് സയന്റിസ്റ്റ് ആണ്. എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ബേർഡുകളുടെ ഒരു ഓർണിത്തോളജിസ്റ്റ് ആണ്. ഓർണിത്തോളജിസ്റ്റ്, സ്റ്റഡി ഓഫ് ബേർഡ്സ്, ഓർണിത്തോളജിസ്റ്റ്. അപ്പൊ ഓർണിത്തോളജി എന്ന് പറയുന്നത് ഓർണിത്തോളജിസ്റ്റ് ആണ് ഡോക്ടർ സലീം അലി എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ടു റൈസ് ദ അവയർനെസ് ഫോർ ദ പ്രിസർവേഷൻ ഓഫ് സ്പാരോസ്. അങ്ങാടിക്കുരുവികളുടെ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ? അവരെ വംശനാശം വന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നതാണ്. അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മാർച്ച് 20 എന്ന് പറയുന്നത് എന്തായിട്ട് എടുത്തു? പ്രിസർവേഷൻ ഓഫ് സ്പാരോസ് ആയിട്ട് നമ്മൾ എടുത്തു. അതുപോലെ തന്നെ നമ്മൾ വേറൊരു ക്വസ്റ്റിന് പറഞ്ഞാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഡേ അല്ലെ? വേൾഡ് വൈൽഡ് ലൈഫ് ഡേ എന്നാണ് പറഞ്ഞത് മാർച്ച് തന്നെയാണല്ലോ. മാർച്ച് 20 അങ്ങാടിക്കുരുവികൾക്ക്. മാർച്ച് 3-ആണ് വേൾഡ് വൈൽഡ് ലൈഫ് ഡേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാർച്ച് 8 ഉണ്ട്. മാർച്ച് 8 ആണ് എന്തെന്ന് പറയുന്നത്? സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഡേ ആണ്, വിമൻസ് ഡേ ആണെന്ന് പറയുന്നത്. മാർച്ച് 8 ആണ് എന്തെന്ന് പറയുന്നത്? വിമൻസ് ഡേ എന്ന് പറയുന്നത് മാർച്ച് 8 ആണ്. On which date is World Lions Day celebrated? വേൾഡ് ലയൺസ് ഡേ സെലിബ്രേറ്റ് ചെയ്തതാണ് ഓഗസ്റ്റ് 10-നാണ് എന്ത് ചെയ്യുന്നത്? വേൾഡ് ലയൺസ് ഡേ സെലിബ്രേറ്റ് ചെയ്തത് ഓഗസ്റ്റ് 10-ന്. When is World Heritage Day celebrated? Heritage Day സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 8 നമ്മളിപ്പോ കഴിഞ്ഞ ഒരു ക്വസ്റ്റിന് പറഞ്ഞ വിമൻസ് ഡേ ആണ്. ഏപ്രിൽ 18-നാണ് എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഹെറിറ്റേജ് ഡേ ആയിട്ട്, വേൾഡ് ഹെറിറ്റേജ് ഡേ ആയിട്ട് ഏപ്രിൽ 18-നാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. വേൾഡ് ക്യാൻസർ ഡേ. വേൾഡ് ക്യാൻസർ ഡേ എന്നാണ് ഫെബ്രുവരി 4-നാണ്. വേൾഡ് ക്യാൻസർ ഡേ എന്നാണ് ഫെബ്രുവരി 4-നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേൾഡ് ക്യാൻസർ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫെബ്രുവരി 4-നാണ്. പൂർണ്ണ കുംഭമേള ഈസ് ഹെൽഡ് വൺസ് ഇൻ ഹൗ മെനി ഇയേഴ്സ്? നമ്മൾ ഇവിടെ തൊട്ട് നമ്മളിനി ഫെസ്റ്റിവലിന്റെയും കൂടെ ക്വസ്റ്റ്യൻസ് ആക്കാൻ കൾച്ചർ ഭാഗത്ത് വരുന്ന കുറച്ച് ഫെസ്റ്റിവലിന്റെ ക്വസ്റ്റ്യൻസ് കൂടിയാണ് നമ്മൾ ഇവിടെ തൊട്ട് നോക്കുന്നത്. പൂർണ്ണ കുംഭമേള. കുംഭമേള എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ആഘോഷമാണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ 6 വർഷത്തിൽ ഒരിക്കൽ സെലിബ്രേറ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് പറയുന്നത്? ഇവിടെ കുംഭമേള എന്ന് പറയുന്നത്. കുംഭമേള തന്നെ കുംഭമേള, പൂർണ്ണ കുംഭമേള ഇങ്ങനെയുണ്ട്. കുംഭമേള 6 വർഷത്തിൽ ഒരിക്കൽ സെലിബ്രേറ്റ് ചെയ്യുന്ന കുംഭമേളയെ അർദ്ധ കുംഭമേള എന്ന് പറയുന്നു. ഇനി എവരി 12 ഇയേഴ്സിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൂർണ്ണ കുംഭമേള എന്ന് പറയുന്നത്. 12 വർഷത്തിൽ ഒരിക്കലാണ്. ഇനി മഹാകുംഭമേളയുണ്ട്. മഹാകുംഭമേള അത് എത്ര വർഷമാണ് സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാല് 144 വർഷം. കുംഭമേള 12 വട്ടം ആകുമ്പോൾ അപ്പം മഹാകുംഭമേള 144 വർഷം. Which state of India celebrated Sangai festival in November every year? Sangai festival ഏത് സ്റ്റേറ്റ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? സംഗായി ഡീറുകളെ കാണപ്പെടുന്നത് എവിടെയാണ്? മണിപ്പൂരിലാണ് അല്ലെ? സംഗായി ഡീറുകളെ മണിപ്പൂരിന്റെ സ്റ്റേറ്റ് ആനിമൽ ആണ്. സ്റ്റേറ്റ് ആനിമൽ ഓഫ് മണിപ്പൂർ.
സ്റ്റേറ്റ് ആനിമൽ ഓഫ് മണിപ്പൂർ ആണ് എന്തെന്ന് പറയുന്നത് സംഗായി ഡിയർ എന്ന് പറയുന്നത്. സംഗായി ഡിയർ. അപ്പൊ ഈ സംഗായി ഡിയർ കൊണ്ട് നമുക്ക് മനസ്സിലായി. അതുപോലെ അപ്പൊ തന്നെ സംഗായി ഫെസ്റ്റിവൽ എവിടെ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? മണിപ്പൂരിൽ തന്നെയാണ്. ഇനി ആസാമിന്റെ എന്താണ്? ആസാമിലുള്ളതാണ് ബിഹു എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ. അത് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫെസ്റ്റിവൽ ആണ് ആസാമിന്റെ ബിഹു എന്ന് പറയുന്നത്. അസാമിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ ആണ് ബിഹു. ബിഹു എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. മൊഹാങ് ബിഹു ഉണ്ട്. മൊഹാങ് ബിഹു ഏപ്രിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നീടുള്ളത് മധു ബിഹു ആണ്. മധു ബിഹു ജനുവരിയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. മധു ബിഹു എപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ജനുവരിയിൽ. അത് കഴിഞ്ഞിട്ടോ കാട്ടി ബിഹു എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? കാട്ടി ബിഹു സെലിബ്രേറ്റ് ചെയ്തത് ഒക്ടോബർ മാസത്തിലാണ്. അപ്പം വർഷത്തിൽ 3 തവണയാണ് ബിഹു സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെയൊക്കെ എക്സാമുകൾക്ക് നമുക്ക് കുറച്ച് വർഷം മുമ്പ് ആസാമിന്റെ ഫെസ്റ്റിവൽ ഏത് അല്ലെങ്കിൽ ബിഹു ഏത് സ്റ്റേറ്റിന്റെ ഫെസ്റ്റിവൽ ആണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ കണ്ടുവരുന്നത് ഈ മൊഹാങ് ബിഹു ഏത് മാസത്തിലാണ്, മധു ബിഹു ഏത് മാസത്തിലാണ്, കാട്ടി ബിഹു ഏത് മാസത്തിലാണ് എന്ന് ചോദിച്ചു കണ്ടുവരുന്നത്. അപ്പൊ മൊഹാങ് ബിഹു ഏപ്രിലാണ്, മധു ബിഹു എന്നത് ജനുവരിയിലാണ്, കാട്ടി ബിഹു എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒക്ടോബറിലാണ്. മനസ്സിലായി. ഈ ക്വസ്റ്റ്യൻ ആൻസർ മണിപ്പൂരാണ്. അതോടുകൂടി തന്നെ ആസാം പഠിച്ചു. ഗുജറാത്തിലുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് ഗർബ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവല്. പിന്നെ തമിഴ്നാട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പൊങ്കൽ ഉണ്ട് അല്ലെ. പൊങ്കൽ ഫെസ്റ്റിവൽ എവിടത്തെയാണ്? തമിഴ്നാട്ടിലെയാണ്. അതുപോലെ തമിഴ്നാട്ടിന്റെ ഒരു എന്താണ് ഡാൻസ് ഫോം ആണെന്ന് പറയുന്നത് ഭരതനാട്യം എന്ന് പറയുന്നത്. ഭരതനാട്യം തമിഴ്നാട്ടിലെ ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ് എന്ന് നമുക്ക് അറിയാം. കമ്പാല ഫെസ്റ്റിവൽ ഓഫ് കർണാടക ഈസ് എസെൻഷ്യലി അസോസിയേറ്റഡ് വിത്ത്. ഇപ്പൊ കമ്പാല ഫെസ്റ്റിവൽ ഓഫ് കർണാടക, കർണാടകയിലാണ്. ഏത് മനസ്സിലായി? കമ്പാല ഫെസ്റ്റിവൽ എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. കമ്പാല ഫെസ്റ്റിവൽ അത് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? ഫോക്ക് ഫൈറ്റിംഗ് ആണോ, ബഫല്ലോ റൈസ് ആണോ, ട്രൈബൽ ഡാൻസ് ഫൈറ്റിംഗ് ആണ്? ഇതിന്റെ ആൻസർ ബഫല്ലോ റൈസ് ആണ്. എന്താണ്? ബഫല്ലോ റൈസ് ആണ്. ഈ ചെളിക്കണ്ടത്തിലൊക്കെ പോത്തുകളായിട്ട് ഓടിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് കമ്പാല ഫെസ്റ്റിവൽ. അത് എവിടെയാണെന്ന് വെച്ചാൽ കർണാടകത്തിലാണ് കമ്പാല ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഗാംഗൂർ ഈസ് എ ഫേമസ് ഫെസ്റ്റിവൽ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഗാംഗൂർ ഫെസ്റ്റിവൽ? ഗാംഗൂർ ഫെസ്റ്റിവൽ എവിടത്തെയാണോ ചോദിച്ചിരിക്കുന്നത്? നമ്മൾ എന്താ പറയുക? രാജസ്ഥാനാണോ, ഗുജറാത്താണോ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് ആണോ? ഗാംഗൂർ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് രാജസ്ഥാനിലെ ഫെസ്റ്റിവൽ ആണ് ഗാംഗൂർ എന്ന് പറയുന്നത്. ഗുജറാത്തിന്റെ നമ്മുടെ പറഞ്ഞു ഗർഭ. മഹാരാഷ്ട്രത്തിന്റെ ഒരു ഫെസ്റ്റിവൽ ആണ് എന്ന് പറയുന്നത് ലാവണി എന്ന് പറയുന്ന ഫെസ്റ്റിവൽ കൂടിയാണ്. മഹാരാഷ്ട്രയാണ്. പിന്നെ മഹാനവമി, ഇതൊക്കെ പിന്നെ ഗണേശ ചതുർത്ഥി മഹാരാഷ്ട്രയിലെ ഫേമസ് ആയിട്ടുള്ള സെലിബ്രേഷൻസ് ആണ് മഹാരാഷ്ട്രയിലെ. പിന്നീട് ഛത്തീസ്ഗഡ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്രയിലെയൊക്കെ നമ്മൾ കഴിഞ്ഞിരിക്കും. Which of the following site was listed as World Heritage Site by UNESCO in 2016? അപ്പൊ ഞാൻ നേരത്തെ യുനെസ്കോയുടെ കാര്യം പറഞ്ഞായിരുന്നു. യുനെസ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഫ്രാൻസിലെ പാരീസിലാണ്. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ സയന്റിഫിക് ഓർഗനൈസേഷൻ എന്ന യുനെസ്കോയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. യുനെസ്കോ എന്ന് പറയുന്നത് ലോക സമാധാനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യുണൈറ്റഡ് നേഷൻസിന്റെ തന്നെ ഒരു ഏജൻസിയാണ് യുനെസ്കോ എന്ന് പറയുന്നത്. യുനെസ്കോ ചെയ്യുന്നത് വേൾഡ് വൈഡ് ആയിട്ട് എഡ്യൂക്കേഷണലിയോ സയന്റിഫിക്കലി കൾച്ചറലി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സൈറ്റുകളെ അവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അതിനെ പ്രൊട്ടക്ട് ചെയ്യുകയും അതിനെ പിന്നീട് അതിന്റെ ഫണ്ടും കാര്യങ്ങളും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആരാണ്? യുനെസ്കോയാണ്. അപ്പൊ ഈ യുനെസ്കോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഒക്കെ ആണെങ്കിലും കുറെ പ്രൊമോട്ട് ആകുന്നുണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. യുനെസ്കോ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം യുനെസ്കോയുടെ ലിസ്റ്റിൽ 42 സ്ഥലങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത്. കൾച്ചറലി ഇമ്പോർട്ടൻസ് ആണെങ്കിലും നാച്ചുറലിയും എഡ്യൂക്കേഷണലി ഇമ്പോർട്ടൻസ് ആയിട്ടൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. അവസാനമായി ശാന്തി നികേതനാണ് പിന്നെ ഇന്ത്യയുടെ
ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുള്ളത്. അതൊരു എഡ്യൂക്കേഷണൽ സ്ഥലമാണ്, എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കാഞ്ചൻജംഗ നാഷണൽ പാർക്കാണ്. ഏത് വർഷമാണ് ഓരോന്നും എന്നുള്ളത് നമ്മൾ പഠിക്കണം. 2016 കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2010 ഇതെല്ലാം തന്നെ എന്താണ് ഈ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. മൗണ്ടൻ റെയിൽവേസ് ഓഫ് ഇന്ത്യയും വെസ്റ്റേൺ ഗട്ട്സ്. വെസ്റ്റേൺ ഗട്ട്സ് എത്ര സ്റ്റേറ്റുകളിലാണ്? 6 സ്റ്റേറ്റുകളിലായിട്ടാണ്. കേരള, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങി 6 സ്റ്റേറ്റുകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നതാണ് വെസ്റ്റേൺ ഗട്ട്സ്. വെസ്റ്റേൺ ഗട്ട്സും യുനെസ്കോയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് സിക്കിമിലാണ് 2016. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കൾച്ചറലി നാച്ചുറലി 2 രീതിയിലും ഇമ്പോർട്ടൻസ് ഉള്ള സൈറ്റുകളിൽ ആ ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പിന്നീട് ഛത്രപതി ശിവജി ടെർമിനൽ മുംബൈ. ഇത് മുംബൈ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ ഛത്രപതി ശിവജി ടെർമിനൽ എന്ന് പറയുന്നത്. എന്തിനാണ്? മുംബൈ റെയിൽവേ സ്റ്റേഷനെയാണ് നമ്മുടെ ഛത്രപതി ശിവജി ടെർമിനൽ എന്ന് പറയുന്നത്. Khajuraho group of monuments is a UNESCO World Heritage Site located in Khajuraho group of monuments. ഓരോ മോണുമെന്റ്സ് ഒക്കെ നമ്മൾ യുനെസ്കോയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഖജുരാഹോ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലാണ്. ഖജുരാഹോ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് ഉള്ളത് എവിടെയാണ്? മധ്യപ്രദേശിലാണ് ഖജുരാഹോ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് ഉള്ളത്. തില്ലാന ഈസ് വൺ ഓഫ് ദ പ്രസന്റേഷൻ സ്റ്റൈൽ ഓഫ് കുച്ചു ഫോം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം തില്ലാന എന്ന് പറയുന്നത് ഏതിന്റെ അവസാന ഘട്ടത്തിലാണ് ഈ തില്ലാന പാടി അവസാനിപ്പിക്കുന്നത് ഏതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരതനാട്യത്തിനാണ്. അപ്പൊ തില്ലാന പാടി അവസാനിപ്പിക്കുന്നത് ഭരതനാട്യത്തിനാണ്. അവസാനം പ്രസന്റേഷൻ സ്റ്റൈൽ എവിടെയാണ്? തില്ലാന എന്ന് പറയുന്ന പ്രസന്റേഷൻ സ്റ്റൈലുള്ള ഡാൻസ് ഫോം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഭരതനാട്യമാണ്. ഇപ്പം ഇന്ത്യയില് 9 ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ആണ് ഉള്ളത്. അവസാനമായിട്ട് ഉൾപ്പെടുത്തിയ ചാവു എന്ന് പറയുന്ന ഡാൻസ് ഫോം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഒഡീസി, കഥക്, കുച്ചിപ്പുടി ഇതെല്ലാം ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ്. കുച്ചിപ്പുടി എവിടുത്തെയാണെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റിൽ നിന്ന് ഉടലെടുത്തതാണ്. ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റിൽ നിന്ന് ഉടലെടുത്ത നൃത്ത രൂപമാണ് എന്തെന്ന് പറയുന്നത്? കുച്ചിപ്പുടി എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിലെ കുച്ചിപ്പുടി വില്ലേജിൽ ഉടലെടുത്തത് കൊണ്ടാണ് ആ ഡാൻസ് ഫോമിന് കുച്ചിപ്പുടി എന്ന പേര് വന്നത്. അപ്പൊ ഒരു ഗ്രാമത്തിന്റെ പേരിൽ ഉടലെടുത്ത നൃത്തരൂപം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുച്ചിപ്പുടിയാണ് നമുക്ക് ആൻസർ ആയിട്ട് പറയാനുള്ളത്. ആന്ധ്രാപ്രദേശിന്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോം ഏതാണെന്ന് ചോദിച്ചാലും നമ്മൾ എന്ത് പറയും? കുച്ചിപ്പുടിയാണെന്ന് പറയും. ഇനി ഭരതനാട്യം എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ്. തമിഴ്നാട് ഒഡീസി ഒക്കെ ഒഡീസയുടെ ആണ് ഒഡീസി എന്ന് പറയുന്ന ഒഡീസ. കഥക് ഇവിടുത്തെ ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശിന്റെ ഡാൻസ് ഫോം ആണ് കഥക് എന്ന് പറയുന്നത്. അതുപോലെ കഥക് ഫേമസ് ആയിട്ടുള്ള ഒരു കഥക് നർത്തകനാണ് പണ്ഡിറ്റ് ബിർജു മഹാരാജ്. ബിർജു മഹാരാജ് എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു കഥക് നർത്തകനാണ്. അദ്ദേഹം ഈയിടെയാണ് മരിച്ചത്. 2023 മരിച്ചതാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ കാര്യം. കഥക് നർത്തകൻ ഏതാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് കേരളത്തിൽ നിന്ന് ഏതൊക്കെ ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണുള്ളത്? മോഹിനിയാട്ടവും കഥകളിയും. മോഹിനിയാട്ടം, കഥകളി എന്നീ 2 കഥകും ഉണ്ട്, കഥകളിയുണ്ട്. കഥകളി കേരളത്തിന്റെ, കഥക് ഉത്തർപ്രദേശിന്റേതാണ്. അപ്പൊ കേരളത്തിന്റെ 2 ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഏതൊക്കെയാണ്? മോഹിനിയാട്ടവും കഥകളിയുമാണ്. കഥകളി എന്ന് പറയുന്നത് കേരളത്തിന്റെതാണ്, മോഹിനിയാട്ടവും കേരളത്തിന്റെയാണ്. കഥകളി എന്ന് പറയുന്നത് ഡാൻസ് ഡ്രാമ എന്നറിയപ്പെടുന്ന രൂപമാണ്. ഡാൻസ് ഡ്രാമ എന്നറിയപ്പെടുന്ന രൂപം ഏതാണെന്ന് ചോദിച്ചാൽ കഥകളിയാണ്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡാൻസ് ഡ്രാമ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഡാൻസ് ഡ്രാമയുടെ കാര്യം ചോദിച്ചിരിക്കുന്നു. കഥകളിയൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഥകളിയാണ് ഡാൻസ് ഡ്രാമ എന്ന് പറയുന്നത്. മണിപ്പൂരിന്റെ നൃത്തരൂപമാണ് മണിപ്പൂരി. ക്ലാസിക്കൽ ഡാൻസ് ഫോം തന്നെയാണ് എന്ന് പറയുന്നത് മണിപ്പൂരി എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എസെൻഷ്യലി സോളോ ഡാൻസ്. ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരു ഡാൻസ് ഫോം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ഇവിടെ മോഹിനിയാട്ടമാണ്. സോളോ ഡാൻസ് തന്നെയാണ് ഇവിടെ പറയുന്നത് മോഹിനിയാട്ടം. വിഷ്ണുവിന്റെ സ്ത്രീ രൂപമാണ് സുന്ദരികളെ. മോഹിനി എന്ന് വെച്ചാൽ സുന്ദരികളായ സ്ത്രീകൾ എന്നാണ്. സുന്ദരികളായ സ്ത്രീയുടെ നൃത്തരൂപമാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയുടെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ഫോം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തമാശ എന്ന് പറയുന്നതാണ് മഹാരാഷ്ട്രയുടെ ഒരു ഫോക്ക് ഡാൻസ്. ബംഗ്ര എവിടെയാണ്? പഞ്ചാബിലെ ഡാൻസ് ഫോമാണ്. കൊയ്ത്തുത്സവമാണ് ബംഗ്ര എന്ന് പറയുന്നത്. ഗർഭ ഓൾറെഡി പറഞ്ഞ ഗുജറാത്തിലെയാണ്. തമാശ എവിടെയാണ് പറഞ്ഞത്? തമാശ മഹാരാഷ്ട്രയിലെയാണ് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്താണ് ട്രഡീഷണൽ മറാത്തി തിയേറ്റർ ഓഫ് ആണിത് പറയുന്നത്. സിംഗിങ്ങും ഡാൻസിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു പിന്നെ ഫെസ്റ്റിവലാണ്, ലോക്കൽ ഫെസ്റ്റിവലാണ് തമാശ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇതിന് പല കഥകുമായിട്ടൊക്കെ ചെറിയ ബന്ധമുള്ള ഒരു ഫെസ്റ്റിവലാണ് ഇതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞാല് ഇൻ വിച്ച് ഡാൻസ് ഡു ദ പെർഫോമേഴ്സ് വിയർ സിലിണ്ടറിക്കൽ സ്കേർട്ട് നെയ്മഡ് പൊട്ടിയോളി. പൊട്ടിയോളി എന്ന് പറയുന്ന ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ്ഡ് സ്കേർട്ട് വിയർ ചെയ്യുന്ന ഡാൻസ് ഫോം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മണിപ്പൂരിയാണ്. നിങ്ങൾ ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ്ഡ് സ്കേർട്ടാണ് മണിപ്പൂരിയിൽ വിയർ ചെയ്യുന്നത്. ഇതിനെ വേറൊരു പേര് വിളിക്കുന്നുണ്ട്. ഈ ഒരു ഫെസ്റ്റിവലിൽ ജഗോയി എന്നും മണിപ്പൂരി ഡാൻസിനെ പറയുന്നുണ്ട്. ഇതൊരു ഇന്ത്യയിലെ ഒരു മേജർ ആയിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ്. ഇത് ഒറിജിൻ ചെയ്തത് എവിടെയാണ്? മണിപ്പൂരിലാണ് ഇത് ഒറിജിൻ ചെയ്തത്. ഇത് രാധാകൃഷ്ണ ഡാൻസ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഈ ഒരു ഡാൻസ് ഫോമിനകത്ത് രാധാകൃഷ്ണന്റെ ഒക്കെ ഇതാണ് വരുന്നത്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഡിഡ് ഭരതനാട്യം ഒറിജിനേറ്റഡ്? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഭരതനാട്യം എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തത്? തമിഴ്നാട്ടിലാണ് ഭരതനാട്യം ഒറിജിനേറ്റ് ചെയ്തതെന്ന് നേരത്തെ പറഞ്ഞു അല്ലെ? തമിഴ്നാട്ടിലാണ് ഭരതനാട്യം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാൻസ് ഈസ് നോട്ട് ക്ലാസിക്കൽ ഡാൻസ് ഓഫ് ഇന്ത്യ? ഇപ്പം ഇന്ത്യയുടെ ക്ലാസിക്കൽ ഡാൻസ് അല്ലാത്തത് കുച്ചിപ്പുടി, ബുക്കാക്കു, മണിപ്പൂരി, ഒഡീസി. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലേ ബുക്കാക്കു എന്ന് പറയുന്നത് എന്താണ്? ജപ്പാന്റെ ഒരു ക്ലാസിക്കൽ ഡാൻസ്. ബാക്കി കുച്ചിപ്പുടി, മണിപ്പൂരി, ഒഡീസി ഒക്കെ ഇന്ത്യയുടെ ഡാൻസ് ഫോം. ഗർഭ ഡാൻസ് ഇസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്? ഗർഭ എവിടെയാണ്? ഗുജറാത്ത്. ജി വെച്ചോർത്തായി ഗുജറാത്ത്. മഹാരാഷ്ട്രയിൽ എന്തുണ്ട്? ലാവണി ഉണ്ട്. ഓക്കെ. അടുത്തത് ഗിദ്ദ ഈസ് എ ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഗിദ്ദ എവിടുത്തെ ഡാൻസ് ഫോം ആണ്? ഗിദ്ദ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പഞ്ചാബ് ആണോ? പഞ്ചാബിലെ ഏത് ഡാൻസ് ഫോം ആണ് വരുന്നത്? പഞ്ചാബിലെ ആണോ? പിന്നെ ഉത്തർപ്രദേശിലെ ആണോ? അസമിലെ ആണോ? മഹാരാഷ്ട്രയിലെ ആണോ? അപ്പം പഞ്ചാബില് ബംഗ്രയും വരുന്നുണ്ട്, ബംഗ്ര ഡാൻസ് ഫോം വരുന്നുണ്ട്. ഗിദ്ദ ഡാൻസ് ഫോം എവിടെ വരുന്നുണ്ട്? പഞ്ചാബില് വരുന്നുണ്ട്. ആസാമിന്റെ ഒരു ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത്? ബിഹു എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലും ഗണേശ ചതുർത്ഥിയും ലാവണി ഡാൻസും ഒക്കെ ഉണ്ട്. ഉത്തർപ്രദേശിലെ ഒരു ഫെസ്റ്റിവൽ നമ്മൾ പഠിച്ചായിരുന്നല്ലോ. എന്താണ്? കുംഭമേള ഉത്തർപ്രദേശിൽ നിന്നാണ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? അടുത്തത് കുച്ചിപ്പുടി ഈസ് എ ക്ലാസിക്കൽ ഡാൻസ് ഫോം ഓഫ് ഏത് സൗത്ത് ഈസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. കുച്ചിപ്പുടി എവിടുത്തെയാണെന്ന് പറഞ്ഞത് നമ്മള്? ആന്ധ്രാപ്രദേശിൻ്റെതാണ് കുച്ചിപ്പുടി എന്ന് പറയുന്നത് അല്ലെ? വെസ്റ്റ് ബംഗാളില് രാംലീല എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ഉണ്ട്. കേരളത്തിന്റെ കാര്യമൊക്കെ നമുക്കറിയാം. ഒഡീസയിൽ ഒഡീസി ഉണ്ട്. കുച്ചിപ്പുടി എവിടെയാണ്? കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിലെ കുച്ചിപ്പുടി ഗ്രാമത്തിലാണ് കുച്ചിപ്പുടി എന്ന് പറയുന്ന ഡാൻസ് ഫോം ഉടലെടുത്തത്.
അപ്പം ഇതോടുകൂടി നമ്മള് ഈ ഒരു ക്വസ്റ്റ്യൻ സെക്ഷൻസ് അവസാനിക്കുകയാണ്. അപ്പൊ നമ്മൾ ഡാൻസ് ഫോംസ് കുറെ നോക്കി, ഫെസ്റ്റിവൽസ് കുറെ ഡാൻസ് ഫോംസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കി, പിന്നീട് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ഒക്കെ നോക്കി അല്ലെ. അപ്പൊ നമുക്ക് ഇതുപോലെ പിന്നെ ഉൾപ്പെടുത്താത്തതാണ് പുലികളി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അല്ലെ. പുലികളി ഏത് സ്റ്റേറ്റിന്റെയാണ്? പുലികളി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ തന്നെ ഫെസ്റ്റിവൽ ആണെന്ന് പറയുന്നത് അല്ലെ. അതുപോലെ ബിഹു പറഞ്ഞു, ബാംഗ്ര എവിടുത്തെയാണെന്ന് പറഞ്ഞു, പഞ്ചാബിന്റെ ആണെന്ന് പറഞ്ഞു. പിന്നീട് അങ്ങനെ നമ്മൾ കുറെ പറഞ്ഞു അല്ലെ. ബാംഗ്ര എവിടുത്തെയാണ്? പഞ്ചാബിന്റെയാണ് ബാഗ്ര വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. ഇനി മഹാരാഷ്ട്രയുടെ എന്താണ് പറയുന്നത്? തമാശ എന്ന് പറയുന്ന ഒരു ഫോക്ക് ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലെ. തമാശ ഫോക്ക് ഡാൻസ് എവിടത്തെയാണ്? മഹാരാഷ്ട്രയിലെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സിലിണ്ടറിക്കൽ സ്കേർട്ട് വിയർ ചെയ്യുന്ന ഏത് ഡാൻസ് ഫോമാണ്? മണിപ്പൂരിയാണ്. സിലിണ്ടറിക്കൽ സ്കേർട്ട് വിയർ ചെയ്യുന്ന ഏതാണ്? മണിപ്പൂരി ഡാൻസ് ആണ് സിലിണ്ടറിക്കൽ സ്കേർട്ട് വിയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ഒക്കെ പഠിച്ചായിരുന്നു അല്ലെ. യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് പഠിച്ചായിരുന്നു. അപ്പം യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റിൽ 42 സൈറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലെ. 42 സൈറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിനകത്ത് നമുക്ക് 1983 തൊട്ടാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? ഹെറിറ്റേജ് സൈറ്റുകളൊക്കെ ആഡ് ചെയ്ത് തുടങ്ങിയത്. അപ്പം അവിടെ ആദ്യമായിട്ട് അജന്ത കേവ്സ് ആണ് ആദ്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തത്. അജന്ത കേവ്സ് ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. അജന്ത കേവ്സും എല്ലോറ കേവ്സും ആണ്. എല്ലോറ കേവ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അജന്ത കേവ്സ്, എല്ലോറ കേവ്സ് ഇതൊക്കെ 1983 മുതലാണ് ഇന്ത്യയിൽ എന്ത് ചെയ്തത്? യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് സ്ഥലങ്ങളെ ആഡ് ചെയ്തത്. ഇതൊക്കെയെന്ന് വെച്ചാൽ ബുദ്ധിസ്റ്റ് മോണുമെന്റ്സ് ആണ്. അപ്പൊ ഈ ബുദ്ധിസ്റ്റ് മോണുമെന്റ്സ് എന്താണ്? മോണുമെന്റ്സ് ആണ്. അജന്ത കേവ്സ്, എല്ലോറ കേവ്സ് ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബുദ്ധിസ്റ്റ് കേവ്സുകളാണ്, കേവുകളാണ്. ഇതെല്ലാം ഒരു ഗ്രൂപ്പ് ഓഫ് കേവ്സ് ആണ് ഇവിടെ വരുന്നത്. ഇതൊക്കെ 1980 ബുദ്ധന്റെ ജാതക ടെയിൽസ് ആണ്. ജാതക ടെയിൽസുകളാണ്, ജാതക സ്റ്റോറികളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ഗുഹയ്ക്കകത്ത് ആലേഖനം കൊത്തു പണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ബുദ്ധന്റെ ചിത്രങ്ങളൊക്കെ. അപ്പം ഇത് രണ്ടും അജന്തയും എവിടെയാണ് ഇതെന്ന് ചോദിക്കാറുണ്ട്. മഹാരാഷ്ട്രയിലാണ് കേട്ടോ. മഹാരാഷ്ട്രയിലാണ് ഇതുള്ളത്. അജന്ത കേവ്സും എല്ലോറ കേവ്സും ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഓർത്തിരിക്കുക ബുദ്ധിസ്റ്റും. അതുപോലെ മൗണ്ട് അബു എന്ന് പറയുന്ന ഒരു ഹെറിറ്റേജ് പ്ലേസ് ആണ്. അത് ജെയിൻ മതവിശ്വാസികൾക്കായിട്ടുള്ള ടെമ്പിൾ ആണ്. മൗണ്ട് അബു എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മൗണ്ട് അബു ഈസ് രാജസ്ഥാൻ. രാജസ്ഥാൻ എന്നുള്ളത് മൗണ്ട് അബു ഉള്ളത് രാജസ്ഥാനാണ്. ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കിയത്. അപ്പൊ നമുക്ക് ഇതുപോലെ ഇമ്പോർട്ടന്റ് ഡേയ്സ് ഒക്കെ നിങ്ങൾക്ക് കുറെ അറിയാമായിരിക്കുമല്ലോ. ജനുവരിയിലെ ജനുവരിയിലെ എന്തൊക്കെയാണ്? ജനുവരി ലൂയിസ് ബ്രെയിലി ഡേ എന്ന് പറഞ്ഞ ഡേ ഉണ്ട്. ലൂയിസ് ബ്രെയിലി ഡേ. ലൂയിസ് ബ്രെയിലി ഡേ എന്നാണ് ജനുവരി 4. അദ്ദേഹമാണ് ഈ അന്തർക്കായിട്ടുള്ള ബ്രെയിലി കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ബ്രെയിലി, ലൂയിസ് ബ്രെയിലി. അപ്പൊ ആ ലിപി കണ്ടുപിടിച്ചതുകൊണ്ട് അദ്ദേഹത്തിനെ ഓർമ്മയ്ക്കായിട്ട് ജനുവരി 4 ലൂയിസ് ബ്രെയിലി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യും. അതുപോലെ പിന്നെ നമ്മൾ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ കാര്യം പറഞ്ഞാൽ 9 പ്രവാസി ഭാരതീയ ദിവസം പറഞ്ഞാൽ പ്രവാസി ഭാരതീയ ദിവസമാണ് ജനുവരി 9. അതുപോലെ ജനുവരി 15 എന്താണ് ഡേ ആണെന്ന് പറഞ്ഞത് അല്ലെ. അതുപോലെ ജനുവരി 25 എന്താണ്? വോട്ടേഴ്സ് ഡേ ആണ്. വോട്ടേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് വോട്ടേഴ്സ് ഡേ. അതുപോലെ ജനുവരി 30 എന്താണ്? ജനുവരി 30 മാർട്ടേഴ്സ് രക്തസാക്ഷി ദിനം. ജനുവരി 30 എന്ന് പറയുന്നത് രക്തസാക്ഷി ദിനമാണ്. ജനുവരി 30 എന്ന് പറയുന്നത്. അതുപോലെ ഫെബ്രുവരിയിലെ ആണെങ്കിൽ എന്തൊക്കെ അറിയാം? ഫെബ്രുവരി 4 ക്യാൻസർ ഡേ ആണെന്ന് അറിയാം അല്ലെ. അതുപോലെ ക്യാൻസർ ഡേ ആണ് ഫെബ്രുവരി 4. ഫെബ്രുവരി 28 എന്താണ്? സയൻസ് ഡേ ആണ്. ഫെബ്രുവരി 28 എന്നത് സയൻസ് ഡേ ആണ്.
1928 ഫെബ്രുവരി 28 എന്ത് ചെയ്തു? സി വി രാമൻ എന്ത് ചെയ്തു? രാമൻ എഫക്ട് കണ്ടുപിടിച്ചു. സി വി രാമൻ എഫക്ട് കണ്ടുപിടിച്ചത് ഓർമ്മയ്ക്കായിട്ട് ഫെബ്രുവരി 28 എന്ത് ചെയ്തു? നമ്മള് നാഷണൽ സയൻസ് ഡേ ആയിട്ട് ഫെബ്രുവരി 28 നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമായിരിക്കും. ഫെബ്രുവരിയിലെ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തു. പിന്നീട് നമുക്ക് മാർച്ച് വൈൽഡ് ലൈഫ് ഡേ ആണെന്നറിയാം. മാർച്ച് എന്താണെന്നറിയാം? വൈൽഡ് ലൈഫ് ഡേ ആണെന്നറിയാം. പിന്നീട് മാർച്ച് 8 എന്താണെന്ന് പഠിച്ചായിരുന്നു? വിമൻസ് ഡേ ആയിട്ട് പഠിച്ചായിരുന്നു. വിമൻസ് ഡേ ആയിട്ട് പഠിച്ചായിരുന്നു. പിന്നീട് നമ്മള് 20, 21, 22, 23, 24 വരെ പഠിച്ചായിരുന്നു അല്ലെ? 20 സ്പാരോ ഡേ, 21 എന്തായിരുന്നു? ഫോറസ്റ്റ്, ഇത് വാട്ടർ, വെതർ ഡേ, ട്യൂബർകുലോസിസ് ഡേ ആണെന്ന് പറഞ്ഞത്. മാർച്ചിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡേയ്സ് പറഞ്ഞു. പിന്നീട് നമ്മൾ ഏതാണ് പെടുന്നത്? പിന്നീട് ഒക്ടോബർ 16, സെപ്റ്റംബർ 16 ഓസോൺ ഡേ ആണ്. ഓസോൺ ഡേ ആണ് സെപ്റ്റംബർ 16 എന്ന് പറയുന്നത്. ഒക്ടോബർ 16 എന്ന് പറയുന്നത് എന്താണ്? ഫുഡ് ഡേ ആണ്. വേൾഡ് ഫുഡ് ഡേ ആണ്. വേൾഡ് ഫുഡ് ഡേ ആണ് ഒക്ടോബർ 16. പിന്നീട് ഓസോൺ ഡേ എന്ന് പറയുന്നത് സെപ്റ്റംബർ 16. സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആണ്. നാഷണൽ ടീച്ചേഴ്സ് ഡേ ആണ്. സെപ്റ്റംബർ 5 എന്ന് പറയുന്നത് നാഷണൽ ടീച്ചേഴ്സ് ഡേ ആണെങ്കിൽ ഒക്ടോബർ 5 എന്ന് പറയുന്നത് എന്താണ്? വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ്. ഒക്ടോബർ 5 എന്ന് പറയുന്നത് വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണെന്ന് പറയുന്നത്. ഒക്ടോബർ 5 എന്ന് പറയുന്നത് ഫുഡ് ഡേ പറഞ്ഞു, ഓസോൺ ഡേ പറഞ്ഞു അല്ലെ? ഇനി ഓഗസ്റ്റിൽ എന്താണ് പറയുന്നത്? ഹിരോഷിമ ഡേ ഓഗസ്റ്റ് ആണ്. എന്താണ് ഓഗസ്റ്റ് 6 എന്താണ്? ഹിരോഷിമ ഡേ ആണ്. ഹിരോഷിമ ഡേ ആണ്. ഓഗസ്റ്റ് 6 എന്ന് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ ഡേ എന്താണ്? ഇന്ത്യ ഡേ. ഇന്ത്യ ഡേ എന്ന് പറയുന്നത് ഇന്ത്യ വിടുക എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ, അതായത് നമ്മുടെ ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ഡേ എന്ന് പറയുന്നത്. ഹിരോഷിമ, ജപ്പാനിലെ ഹിരോഷിമയില് ബോംബ് വർഷിച്ചതിന്റെ, അമേരിക്കൻ ബോംബ് വർഷിച്ചതിന്റെ ഓർമ്മയ്ക്ക് ഓഗസ്റ്റ് 6 ഹിരോഷിമ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. മെയ് 1 എന്താണ്? ലേബർ ഡേ ആണ്. തൊഴിലാളി ദിനം. ഇന്റർനാഷണൽ ലേബർ ഡേ ആണ്. ഇന്റർനാഷണൽ ലേബർ ഡേ ആണ് എന്ന് പറയുന്നത്. മെയ് 1 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലേബർ ഡേ ആണെന്നുള്ളത് നമുക്കറിയാം. പിന്നീട് നമ്മൾ ഡിസംബർ 25 എന്താണ്? ഡിസംബർ 25 നമ്മൾ ക്രിസ്മസ് ഡേ ആണെന്നറിയാം. നാഷണൽ കൺസ്യൂമർ ഡേ ആണ് ഡിസംബർ 24 എന്ന് പറയുന്നത്. കൺസ്യൂമർ ഡേ ആണ്. കൺസ്യൂമർ ഡേ. അതുപോലെ ഡിസംബർ 1 എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഡിസംബർ 1 എയ്ഡ്സ് ഡേ ആണ്. എയ്ഡ്സ് ഡേ ആണ്. എയ്ഡ്സ് രോഗികളുടെ ഓർമ്മയ്ക്കായിട്ട് എയ്ഡ്സ് ഡേ ആണ് ഡിസംബർ 1 എന്ന് പറയുന്നത്. അപ്പം അത് നമ്മളിപ്പം നോക്കിയ കുറച്ച് കാര്യങ്ങളെല്ലാം റിവ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത ഒരു സെക്ഷനിൽ പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇതോടുകൂടി ഇവിടെ അവസാനിക്കാം.